എന്തും അള്ളാഹുവോട് ചോദിക്കാം. ആ ചോദിക്കുന്നതിന് ഒരു കുറവുമില്ല. ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ചോദിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത വാക്ക് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. അത്ര ദൂരമുള്ളൂ. ചോദ്യവും ഉത്തരവും തമ്മിൽ അത്ര ദൂരമുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കൂ, തൊട്ടടുത്ത പദം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ്. ചോദ്യവും ഉത്തരം തരാമെന്ന് പറഞ്ഞ പദങ്ങളും തമ്മിൽ എത്ര ബന്ധമുണ്ടോ അത്ര ബന്ധമുണ്ട് അള്ളാഹു നമുക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാന്നുള്ളത്. മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ചോദിച്ചു, അയാൾ നമ്മളെ നിരാകരിച്ചു, വലിയ നഷ്ടമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ പറഞ്ഞു കുടുങ്ങിയിട്ടൊരാൾ നമ്മൾ വായ്പ ചോദിച്ചു, പക്ഷെ വായ്പ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എതിർത്തില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പക്ഷെ നമുക്ക് ആ ചോദ്യം നഷ്ടമല്ലേ? ചോദ്യം നമുക്ക് നഷ്ടമാണ്. എന്തുകൊണ്ട്? നമ്മളൊരു ആശ്രയത്വത്തിന് വേണ്ടി കടം വാങ്ങിയ പോലെയായി. കടം നമുക്ക് കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ ചോദ്യം എന്ന ഒരു മാനക്കേട് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥന അങ്ങനെയല്ല. നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തിയാൽ കൂലി ഉറപ്പായി. കാരണം അത് ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ. സുന്നത്ത് നിസ്കരിക്കണ പോലെ, ഫർള് നിസ്കരിക്കണ പേര് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന ഒരു ആരാധനയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എനിക്ക് എന്തു കിട്ടി എന്ന് ചിലപ്പോൾ ചില ആളുകൾ ഒരു പക്ഷേ വിശ്വാസ ദുർബലത കൊണ്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ നഷ്ടമല്ല. എത്ര സമയം നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് മുഴുവൻ ആരാധനയാണ്. എല്ലാ ആരാധനകളും അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനും സ്വർഗം ലഭിക്കാനും പ്രതിഫലം ലഭിക്കാനാണ്. അവിടെ ഒരു പ്രശ്നമല്ല. പ്രാർത്ഥനകൾ അള്ളാഹുവോടുള്ള ചോദ്യം നഷ്ടമാവില്ല. നമ്മൾ ചോദിക്കുന്നതോട് നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു വിശ്വാസിയെ നിരന്തരം ചോദിക്കുന്നവനാക്കുകയാണ് അള്ളാഹു. ചോദിച്ചുകൊണ്ടേയിരിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് അറിയില്ല ചോദിക്കാത്തത് കൊണ്ട് വല്ലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയോ. പടച്ചോൻ ചോദിച്ചിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് വെച്ച വല്ല കാര്യവും നമുക്ക് കിട്ടാതെ പോയോ? ഒന്ന് പ്രാർത്ഥിക്കാനോ ചോദിക്കാനോ മടിച്ചതിൻ്റെ കാരണം കൊണ്ട്. അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ഒരു പക്ഷേ ഏറ്റവും അധികം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ, നീ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കും, എപ്പോഴെങ്കിലും ഒരു തഹജ്ജുദിന് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പള്ളിയിൽ നിസ്കാരം കാത്തിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൈ ഉയർത്തിയതിനെ പറ്റി മാത്രമേ നമുക്ക് പ്രാർത്ഥന എന്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പ്രാർത്ഥനയാണ്. അതുപോട്ടെ, ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ എന്നെ നയിക്കണമേ എന്ന് ശരിയായ മാർഗം പ്രാപിച്ച ഒരു മുസ്ലിമിനെ കൊണ്ട് അള്ളാഹു ആവർത്തിച്ച് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർബന്ധപൂർവ്വം അള്ളാഹു നമ്മളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിച്ചുകൊണ്ടിരിക്കുകയാകുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം വലിയ വലിയ ചിന്തനീയമായ പ്രസ്താവനകൾ മഹാപണ്ഡിതന്മാരും ചിന്തകന്മാരും നടത്തിയിട്ടുണ്ട്. അവർ പ്രാർത്ഥന എന്നതിനെ നിർവചിക്കാൻ ശ്രമിച്ചതാണ്. ഏറ്റവും ലളിതമായ പ്രാർത്ഥനയുടെ നിർവചനം മുനാജാത്തുൽ അബ്ദി ലി റബ്ബിഹി എന്നാണ്. അള്ളാഹുവോട് സംസാരിക്കാൻ. അള്ളാഹുവോട് സംസാരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് സംസാരം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മക്കൾ ഉമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പരസ്പരം കാണുമ്പോഴെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സംസാരങ്ങളുടെ എല്ലാം അകക്കാം എന്താണ്? അവർ ചോദിക്കുന്നത് നമ്മുടെ വിഷമങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കാരണം അല്ലാഹുവാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അള്ളാഹു തരുന്നതാണ്. എൻ്റെ വിരലുകൾ എനിക്കിങ്ങനെ ചലിപ്പിക്കാനാകുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഒരുപക്ഷെ കൈ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്, കൈവിരലുകൾ മടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ കൈവിരലുകളെ മടക്കുന്നു, അത് അള്ളാഹു എനിക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖവും അള്ളാഹു തരാത്തതായിട്ട് ഇല്ലെന്നാണ് എല്ലാം. അപ്പൊ സന്തോഷങ്ങൾ ആരോടാണ് പറയേണ്ടത്? അള്ളാഹുവോട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അത് പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്നത് ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവോട് സ്തുതി പറയാം, അൽഹംദുലില്ലാ. സന്തോഷങ്ങളെ ഷെയർ ചെയ്യാം. ആരോടാ പറയണത്? അള്ളാഹുവോടാണ്. ഇനി വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴോ അതും നമ്മൾ അള്ളാഹുവോട് പറയാം. ഈ ഷെയറിംഗ് ആണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയും നടക്കുന്നത്. അതാണ് മുനാജാത്ത്, സ്വകാര്യ ഭാഷണം.
നമ്മൾ പടച്ചവനോട് നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം.